വചനമൊഴി. മംഗളവാർത്താ കാലം 1-ാം ഞായർ. വചനഭാഗം ഉൽപ്പത്തി 17:1-5, 15-19, മലാക്കി 2:17-3-5, ഹെബ്രായർ 11:1-12, ലൂക്കായുടെ സുവിശേഷം 1:5-20. ഈശോ മിശിഹായിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര പദ്ധതിയെ കേന്ദ്രീകരിച്ച് ആണ്ടുവട്ടത്തെ വിവിധ ഘട്ടങ്ങളായി തിരിച്ച് മിശിഹാ രഹസ്യങ്ങൾ ധ്യാനിച്ച് സ്വർഗീയ ജെറുസലേമിനെ ലക്ഷ്യം വെച്ച് തീർത്ഥയാത്ര ചെയ്യുന്ന ആരാധനാ സമൂഹം ഇന്ന് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പഴയ നിയമകാലത്ത് മോശയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത നാട് ലക്ഷ്യം വെച്ച് തീർത്ഥയാത്ര ചെയ്ത ഇസ്രായേൽ ജനം തങ്ങളുടെ യാത്രയിൽ പല സ്ഥലങ്ങളിൽ താവളമടിക്കുകയും അതുവരെയുള്ള യാത്രയിൽ ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ അനുസ്മരിക്കുകയും മുന്നോട്ട് യാത്രയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. പുതിയ ഒരു ആരാധനാ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സഭാ സമൂഹത്തിനും ഈ മംഗളവാർത്താ കാലം അപ്രകാരമുള്ള ഒരു ഇടത്താവളമാകണം. കഴിഞ്ഞ കാലത്തെ വിശ്വാസ ജീവിതത്തെ വിലയിരുത്തുന്നതിനും പുതിയ ഉണർവോടെ ലക്ഷ്യത്തിലേക്ക് യാത്ര നടത്തുന്നതിനും പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള അവസരമാണിത്. മംഗളവാർത്താക്കാലം ആദ്യ ഞായറാഴ്ചയിൽ ശ്രവിക്കുന്ന തിരുവചന ഭാഗങ്ങളെല്ലാം മിശിഹായുടെ വരവിനായുള്ള രക്ഷാകര പദ്ധതിയിൽ ദൈവത്തിന്റെ പ്രത്യേകം ഇടപെടലിനെക്കുറിച്ചും ദൈവിക ഇടപെടലിനോട് പ്രത്യുത്തരിച്ച് രക്ഷാകര സംഭവങ്ങളോട് സഹകരിക്കുന്ന വ്യക്തികളെക്കുറിച്ചുമാണ് വിവരിക്കുന്നത്. ഒന്നാമത്തെ പ്രഘോഷണത്തിൽ അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന കാര്യമാണ് ശ്രവിക്കുന്നത്. അബ്രാമിനെ വിളിച്ച് അബ്രാഹമാക്കി മാറ്റുകയും ഉടമ്പടി സ്ഥാപിക്കുകയും അബ്രാഹത്തിന് ഒരു പുത്രൻ ജനിക്കും എന്ന വാഗ്ദാനം നൽകുകയും ചെയ്യുന്നതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണ ഭാഗം. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള രണ്ടാമത്തെ പ്രഘോഷണത്തിൽ മിശിഹായുടെ വരവിനു മുൻപ് അവിടത്തേക്ക് വഴിയൊരുക്കുവാൻ ഒരു ദൂതനെ, ഒരു പ്രവാചകനെ അയക്കുമെന്ന കാര്യമാണ് ശ്രവിക്കുന്നത്. മലാക്കി പ്രവാചകൻ പറഞ്ഞത് സ്നാപയോഹന്നാനെ കുറിച്ചാണ് എന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 17:9-13. വിശ്വാസം എന്നാൽ എന്താണെന്നും ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയോട് വിശ്വാസത്തോടെ പ്രത്യുത്തരിച്ച് സഹകരിച്ച വിശ്വാസത്തിന്റെ മാതൃകകളായ വ്യക്തികളെക്കുറിച്ചുമാണ് ഹെബ്രായക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ നിന്നും നാം ശ്രവിക്കുന്നത്. പുതിയ നിയമ രക്ഷാകര പദ്ധതിയുടെ ആരംഭം കുറിക്കുന്ന സംഭവമായ സ്നാപയോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പും അതിനോടുള്ള പ്രത്യുത്തരിക്കലുമാണ് സുവിശേഷത്തിൽ നിന്നും ശ്രവിക്കുന്നത്. സക്രിയായും എലിസബത്തും ദൈവിക വെളിപാടിനോട് എപ്രകാരം പ്രത്യുത്തരിക്കണമെന്നും രക്ഷാകര പദ്ധതിയോട് ചേർന്ന് കുടുംബ ബന്ധങ്ങളെ എപ്രകാരം കാണണമെന്നും ഉള്ളതിന് മാതൃകയായി നമുക്ക് മുൻപിൽ നിൽക്കുന്നു. തിരുവചനം പറയുന്നു, ആ ദമ്പതികൾ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. എങ്കിലും ജനത്തിനു മുൻപിൽ അവർ അപമാനിതരായിരുന്നു. അവർക്കൊരു കുറവുണ്ടായിരുന്നു, അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. തങ്ങളുടെ കുറവുകളുടെ പേരിൽ നിരാശപ്പെടാതെ കുറവുകളെ കാണുന്ന ദൈവത്തിന്റെ മുൻപിൽ പ്രാർത്ഥനകളുമായി നിരന്തരം നിന്നിരുന്ന ദമ്പതികളെയാണ് നാം കാണുന്നത്. യഹൂദ നിയമമനുസരിച്ച് മക്കളില്ലാത്ത ഭാര്യയെ ഉപേക്ഷിക്കാൻ സക്രിയായിക്കാകുമായിരുന്നു. ദൈവത്തിന്റെ മുൻപിൽ ആരാധന അർപ്പിക്കുന്ന പുരോഹിതനായിട്ടും സക്രിയായ്ക്ക് മക്കളില്ലാത്തതിനെക്കുറിച്ച് എലിസബത്തിന് സക്രിയായെയും അവന്റെ പൂജാവിധികളെയും കുറ്റപ്പെടുത്താമായിരുന്നു. ദൈവിക പദ്ധതികളോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന മാനുഷിക കുറവുകളെ ഓർത്ത് ആകുലപ്പെടാതെ ദൈവത്തിന്റെ കാരുണ്യത്തിനായി കാത്തിരിക്കാൻ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഒരുപക്ഷെ എനിക്കുള്ള കുറവ് ദൈവത്തിന്റെ കാരുണ്യം അനുഭവിക്കാനുള്ള ഒരു ചാനലായിരിക്കും. പൗലോസ്ലീഹ പറയുന്നു, അവിടുന്ന് എന്നോട് അരുൾ ചെയ്യുന്നു, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്.
വൃദ്ധനായ സക്രിയായോട് ദൈവദൂതൻ പറഞ്ഞു, എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. സക്രിയ മാനുഷിക യുക്തി കൊണ്ട് ചിന്തിച്ച് വിധി എഴുതി, ഇത് അസാധ്യം, ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. എന്നാൽ ദൈവദൂതൻ പറഞ്ഞ വാഗ്ദാനം വചനത്തിൽ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളവയായിരുന്നു. ആ വചനങ്ങൾ യഥാകാലം പൂർത്തിയാകാനുള്ളവയുമായിരുന്നു. ദൈവവചനത്തെ മാനുഷിക യുക്തി കൊണ്ട് മാത്രം വിധിക്കാതെ അതിൻ്റെ മുൻപിൽ ഒരു സമർപ്പണവും മാനുഷികമായ സഹകരണവുമാണ് ദൈവം ആവശ്യപ്പെടുന്നത്. മാനുഷികമായ ആ സഹകരണത്തിനു വേണ്ടി ദൈവം സക്രിയായുടെ യുക്തിയെ കുറച്ചു കാലത്തേക്ക് നിശബ്ദമാക്കുന്നത് നമുക്ക് വചനത്തിൽ കാണാം. നിന്റെ യുക്തിയെ കുറച്ചു കാലത്തേക്ക് മൂകമാക്കി തമ്പുരാന്റെ യുക്തിയോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ആഹ്വാനമാണ് ദൈവദൂതൻ സക്രിയായ്ക്ക് നൽകുന്നത്. ദൈവത്തിന്റെ പദ്ധതിയെ മനുഷ്യയുക്തിയിലേക്ക് ഒതുക്കാൻ സാധ്യമല്ല. ദൈവത്തിന്റെ വചനത്തോട് മനുഷ്യയുക്തിയെ ചേർത്ത് പ്രവർത്തിക്കുകയാണ് ആവശ്യമായിരിക്കുന്നത്. ദൈവിക പദ്ധതിയോട് മനുഷ്യൻ സഹകരിക്കുമ്പോൾ മനുഷ്യ ചരിത്രം മംഗളകരമായി മാറുന്നു. അവിടെ നിന്നുയരുന്ന ഓരോ വാർത്തയും മംഗളവാർത്തയാകുന്നു. നമ്മുടെ ജീവിതം കൊണ്ടും മംഗളവാർത്ത സൃഷ്ടിക്കാൻ സാധിക്കണമെന്ന് മംഗളവാർത്താകാലം ദൈവകൃപയോട് പ്രത്യുത്തരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ടും മംഗളവാർത്ത സൃഷ്ടിക്കുവാൻ സാധിക്കണമെന്ന് ഈ മംഗളവാർത്താകാലത്ത് തിരുസഭ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അതിനായി നമുക്ക് പരിശ്രമിക്കാം, ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.